എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ലിവ് ഇൻ നേച്ചർ. അതായത് നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയോട് കൂടി തന്നെ ഇണങ്ങി ജീവിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഇതിനു മുമ്പും പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്നാലും എത്ര വട്ടം പറഞ്ഞാലും വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വീഡിയോ ആണ്, ഒരു മെസ്സേജ് ആണെന്ന് എനിക്കും തോന്നുന്നുണ്ട്. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിൽ നടക്കുന്ന ഓരോ നിമിഷവും നടക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മളത് എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട്, അതിൽ നിന്നും നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. എല്ലാ ദിവസവും നമ്മൾ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ പോകുന്നത് വരെ വളരെയധികം തിരക്കിലാണ്. കുട്ടികളാണെങ്കിൽ പഠിക്കാനായിട്ട് തിരക്കിലാണ്, ജോലി ചെയ്യുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ തിരക്കിലാണ്. ജീവിതത്തിൻ്റെ രണ്ട് അറ്റങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ബദ്ധപ്പാടിലാണ് ശരിക്കും മിക്ക ആളുകളും അവരുടെ ഓരോ ദിവസവും ചെലവഴിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിക്കുന്ന വളരെയധികം ഭംഗിയുള്ള എത്രയെത്രയോ കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഒരു ചെടി നമ്മൾ നട്ട് വളർത്തുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു സന്തോഷം. അതേപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങൾ അവരുടെ ഓരോ ദിവസവും അവർ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സൂര്യൻ ഉദിക്കുന്നത്, മഴ പെയ്യുന്നത്, കാറ്റടിക്കുന്നത്, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റുന്നത്. പ്രത്യേകിച്ചും കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് അവർക്ക് ചുറ്റും ശരിക്കും പറഞ്ഞാൽ പ്രകൃതിദത്തമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മരങ്ങളൊക്കെയുള്ള നല്ല എന്താ പറയുക പച്ചപ്പുള്ള ഒരുപാട് കാര്യങ്ങൾ, അവരോട് നല്ല നല്ല കാഴ്ചകൾ അവർക്ക് കിട്ടാറുണ്ട്. പക്ഷെ എത്രത്തോളം ആ കാഴ്ചകൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്? ഗ്രാമങ്ങളിൽ പോലും ജീവിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും ഒരു അവസരമില്ല. ഒരുപക്ഷെ കുട്ടികളായിരുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ വളരെയധികം കൗതുകത്തോടു കൂടി കാണുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ വളർന്നു വരും തോറും നമ്മൾ അതിനെക്കുറിച്ചൊക്കെ മറക്കുന്നു. അപ്പോൾ തിരിച്ചും നമ്മൾ ആ ഒരു പ്രകൃതിയിലേക്ക് തന്നെ തിരിച്ചു പോവുക, ആ ഒരു ഭംഗി ആസ്വദിക്കുക, ആ ഒരു സന്തോഷം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരിക എന്നുള്ളൊരു മെസ്സേജാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അഥവാ ഇപ്പം നഗരങ്ങളിലാണ് ജീവിക്കുന്നതെങ്കിലും അവിടെയും നമുക്ക് ചെടികളൊന്നും ഇല്ല എങ്കിൽ പോലും ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും. ഏറ്റവും നല്ലൊരു ഉദാഹരണം എന്ന് പറയുന്നത്, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ വിഷമിച്ചിരിക്കുന്ന എത്രത്തോളം ജീവികൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നോക്കിയാൽ മിക്കവാറും മനുഷ്യർ മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റ് ഏത് ജീവജാലത്തെ നമ്മൾ നോക്കിയാലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അതിനെ തരണം ചെയ്ത് മറ്റൊരവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് ചിന്തിച്ച് പ്രവർത്തിക്കുന്നത്. അപ്പം എത്ര ചെറിയ ഒരു ജീവിയാണെങ്കിൽ പോലും ആ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യർക്ക് അങ്ങനെ ചിന്തിച്ചുകൂടാ, എന്തുകൊണ്ട് പ്രവർത്തിച്ചുകൂടാ? അപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ചിന്ത നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. തീർച്ചയായിട്ടും പ്രകൃതിയോടൊപ്പം തന്നെ പ്രകൃതിയുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.